അലങ്കാരം ഭംഗിയുടെ കവിതകളാക്കി മാറ്റിയ ശരി ഗോവിന്ദനായിരുന്നു ഭൂതപ്പാട്ടിലെന്ന കവിതയ്ക്ക് ദൃശ്യഭാഷ നൽകുവാൻ ഞങ്ങൾ ശ്രമം നടത്തിയത്. മധ്യകാലത്ത് പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയുടെ പ്രചാരത്തിലുള്ള ഭൂതങ്ങളുമായി ഒരു ഐതിഹ്യ ബന്ധം ഭാവിയിൽ വളർത്തിയെടുക്കുന്നതാണ് ഈ കൃഷിശില്പം. ദൈവത്തിന്റെയും മുഴുവനുടെയും അജാന്ത സദസ്സിന്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിക്കുന്നു. എന്തിനാ മുത്തശ്ശി ഇതെല്ലാം? ഇന്ന് പൂതൻ വരണ ദിവസല്ലേ? പൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലിന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ? പിന്നെന്താ, ദാ കേട്ടോളൂ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാലും ഉറുമ്പരിച്ചാലും തലയിൽ വെച്ചാൽ വേദനിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിത്തു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണെ പൂന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. അങ്ങനെ ഉണ്ണിക്ക് 7 വയസ്സായപ്പോൾ നങ്ങേലി അവനെ പാഠശാലയിൽ ചേർത്തു. ദിവസവും ഭംഗിയിൽ ഒരുക്കി കുഞ്ഞിനെ യാത്രയാക്കും. ഉണ്ണി പോകുന്നതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം നങ്ങേലിയുടെ ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഓമനത്വമുള്ള കുട്ടി! ഭൂതമാണേലും അവളും ഒരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അപ്പോൾ ഭൂതം എന്താ ചെയ്തതെന്നറിയോ? മന്ത്രം ചൊല്ലി ഭൂതം നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരുന്ന വഴിയിൽ അവൾ ചിരിച്ചോണ്ട് അങ്ങനെ നിന്നു. ഉണ്ണി, ഉണ്ണി വരൂ, നമുക്ക് കളിക്കാം. ഉണ്ണി വരൂ, കളിക്കാൻ വരൂ.
ആ കയ്യിലുള്ള എഴുത്താണി അങ്ങ് കളഞ്ഞേക്കൂ. അയ്യോ ഞാനില്ല, എനിക്ക് പോണം. അതിനെന്താ, പോകാലോ. അതിനു മുമ്പ് കുറച്ചു നേരം നമുക്ക് പൂമാലി കെട്ടി കളിക്കാമേ. വരൂ, ആ കയ്യിലുള്ള എഴുത്താണി അങ്ങ് കളഞ്ഞേക്കൂ. വെയിൽ മങ്ങി. സന്ധ്യ കഴിഞ്ഞിട്ടും പോയ ഉണ്ണിയെ കാണാതെ നങ്ങേലി പേടിച്ചു. ഉണ്ണിയെയും അന്വേഷിച്ച് നങ്ങേലി നാടാകെ നടന്നു. ഉണ്ണി, ഉണ്ണി. അന്വേഷിച്ച് നങ്ങേലി ഒടുവിൽ കാട്ടിലെത്തി. നങ്ങേലിയുടെ ഉണ്ണീ ഉണ്ണീ എന്നുള്ള കരച്ചിൽ പൂമാല കെട്ടി കളിച്ചുകൊണ്ടിരുന്ന പൂതം കേട്ടു. പൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തെന്നോ? പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കതങ്ങനെ കാറ്റുചൂടിയ ഭൂതം ഗണത്തങ്ങു കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം കണ്ണീരൊക്കെ കെടുത്താളമ്മ കരിയായും കുറിയായും ഭൂതം കരികന്റെ കുഞ്ഞിനെ എന്താളമ്മ ഈ സ്വർണവും പണവും ഒക്കെ ഞാൻ നിനക്ക് തരാം. ഈ പൊന്നുണ്ണി എനിക്ക് വേണം. എല്ലാ പണത്തിനും വലുതാണ് എനിക്ക് എന്റെ ഉണ്ണി. എന്റെ 2 കണ്ണുകളും നിനക്ക് ഞാൻ തരാം. എന്റെ ഉണ്ണിയെ എനിക്ക് തരൂ. എന്നിട്ട് അമ്മ തന്റെ 2 കണ്ണുകളും പൂതത്തിനു മുന്നിൽ വച്ചു കൊടുത്തു. പൂതം അടുത്ത തന്ത്രം ഉപയോഗിച്ചു. പൂതം വിചാരിച്ചു, എന്തായാലും അമ്മയ്ക്ക് കണ്ണ് കാണില്ല. മണ്ണും മരച്ചില്ലകളും ഉപയോഗിച്ച് മറ്റൊരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മയ്ക്ക് മുന്നിലേക്ക് വിട്ടു. ഉണ്ണി, ഉണ്ണി. അല്ല, ഇതല്ല എന്റെ ഉണ്ണി. പെറ്റ വയറിനെ പറ്റിക്കാൻ നോക്കണ പൊട്ടഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. അരുത്, എന്നെ ശപിക്കരുത്. ഇതാ നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം. നിന്റെ 2 കണ്ണുകളും ഞാൻ തിരിച്ചു തരാം. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ട് അമ്മയ്ക്ക് സങ്കടം തോന്നി. തന്റെ മകനെ ഇത്രയും സ്നേഹിക്കുന്ന ഭൂതത്തിനോട് അമ്മ പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടെ കണ്ടമുണങ്ങി പൂട്ടും കാലം കളമക്കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമതങ്ങിനെ തന്നെയെന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ
ഇപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാ കൊല്ലവും ഉണ്ണി അന്വേഷിച്ചു വരണതാ പൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ, നമുക്കങ്ങോട്ട് ചെല്ലാം. മുത്തശ്ശി എത്ര പാവാഭൂതം അല്ലേ? മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാണ്. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല. കേട്ടില്ലേ തുടികൊട്ടും കളമുട്ടു ചിലമ്പി കലന്തലുകൾ. അയ്യയ്യാവരവം വിളി പൂങ്കുലമയിലണിഞ്ഞ കരിമ്പൂതം. അതിൽ പിച്ചള തോടകഴുത്തിൽ കലവരപാടും പണ്ടങ്ങൾ. അരുകിനരുക്കണിച്ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം. ചെപ്പിണ ചെമ്മണി കുത്തുമുലകളിൽ തേടിരിടയും പൂമാല്യം. ഉറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻ കാർകുഴൽ കുട്ടോളം. പൂക്കുകൾ മീതെ ചാത്തിയരമണി കിട്ടിയ വെള്ള ആവാട. അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം. 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 അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം.